എൻ്റെ ഒരു പ്രദീപാണ്. അപ്പോൾ ഞങ്ങളിവിടെ പെരുമ്പ് പെരുമ്പ് എന്നുള്ള സ്ഥലം, പെരുമ്പ് ഗ്രാമം, പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ നിന്ന് മാക്സിമം ഒരു 12 കിലോമീറ്റർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പെരുമ്പ് എന്ന സ്ഥലം. ഇവിടെ പെരുമ്പ് എന്ന ഗ്രാമം അറിയപ്പെടുന്നത് തുകൽ വാദ്യോപകരണ നിർമ്മാണ സംഘം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ തുകൽ വാദ്യം, മൃദംഗം, തബല, ഇടയ്ക്ക, ഉടുക്ക്, ഗഞ്ചറ, മദ്ദളം, ചെണ്ട, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ അറിയപ്പെടുന്നത് എന്താ പറയുക, വാദ്യഗ്രാമം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. തോൽവാദ്യം എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ എന്താ പറയുക പെരുമ്പ് ഗ്രാമം. അപ്പം ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഒരു 6-7 ഫാമിലി ഇവിടെ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്. അച്ഛൻ്റെ ചേട്ടന്മാരും അനിയന്മാരും ചെറിയച്ചന്മാരും വലിയച്ചന്മാരൊക്കെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ ഇവിടെ ഈ ജോലി ആരും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. എന്ന് വെച്ചാൽ കൂട്ടുകുടുംബം പോലെ ചെയ്യുന്ന ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാനിപ്പോൾ എന്നെ ഈ ജോലി പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ നിന്ന് ജോലി എന്താ പറയുക 10-32 വർഷത്തോളം ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93-ലേക്കാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അച്ഛനാണ് നമ്മുടെ ഇതിൻ്റെ ഗുരു. എന്നെ പഠിപ്പിച്ച ആൾ എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ എന്താ പറയുക പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം, അങ്ങനെ പുറത്തൊക്കെ എൻ്റെ ചെറിയച്ഛന്മാർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ മക്കൾ എൻ്റെ അനിയന്മാർ ഒരാളുണ്ട് ട്രിവാൻഡ്രം ജോലി ചെയ്യുന്നുണ്ട്. സജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ലാതെയുള്ള ആൾക്കാർ പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് തൊട്ടടുത്ത് മദ്ദളം ചെയ്യുന്ന എന്താ പറയുക മദ്ദളം നിർമ്മിക്കുന്ന ആളുണ്ട്, മദ്ദളം. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ചെറിയച്ഛൻ്റെ മോൻ ഇവിടെ തബല ചെയ്യുന്നുണ്ട്, രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ഒരു 6-7 ഫാമിലിയോട് ജോലി ചെയ്യുന്നുണ്ട്. നമുക്കിത് പ്രത്യേകിച്ച് നമുക്ക് വേറെ എന്താ പറയുക വേറെ ജോലി നമുക്ക് അറിയില്ല. ഇത് നമ്മൾ അച്ഛനായിട്ടുള്ള പാരമ്പര്യ കുലത്തൊഴിലാണ്. പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക തോലൊക്കെ വാങ്ങി നമ്മൾ എന്താ പറയുക പച്ചയ്ക്ക് 60 ശതമാനം തോലൊക്കെ വാങ്ങി എടുത്ത് തറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, എല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ മൃദംഗത്തിൽ ഇതാണ് മൃദംഗക്കട്ട, ഫസ്റ്റ് ക്വാളിറ്റി തക്ക് കട്ട. ഇത് നമ്മൾ തമിഴ്നാട് പോണ്ടിച്ചേരിയിൽ നിന്നാണ് ഈ കുട്ടി എത്തിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൂടി. പണ്ട് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു, ഇപ്പം കഷ്ടപ്പാട് വളരെ കൂടുതലാണ്. പണ്ടത്തെ കഷ്ടപ്പാട് അത്ര ഇല്ല. നമ്മൾ പണ്ട് മരം എടുത്ത് നമ്മൾ എന്താ പറയുക കടഞ്ഞ് അകമൊക്കെ കുഴിച്ച് നമ്മളൊക്കെ എന്താ പറയുക അച്ചിരി കടഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് ലേത്തൊക്കെ ഉണ്ട്. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഉപയോഗത്തിൻ്റെ എളുപ്പം വളരെ കൂടി. അപ്പോൾ ഇന്ന് ലേത്തുണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ മറ്റേ മൃദംഗമാണെങ്കിലും തബലയാണെങ്കിലും ഇടയ്ക്ക, ഗഞ്ചറ, ഉടുക്ക്, അങ്ങനെ മറ്റുള്ള തോൽവാദ്യത്തിൻ്റെ എല്ലാ തടികളും നമ്മൾ എത്തിക്കുന്നത് തമിഴ്നാടുള്ള പൺറൂട്ടി പറയും. പോണ്ടിച്ചേരി എത്തണ്ട, അതിന് മുമ്പുള്ള സ്ഥലം പൺറൂട്ടി. നമ്മൾ അവിടെ നിന്നാണ് ഈ കുട്ടികളൊക്കെ എത്തിക്കുന്നത്. തോല് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ലെതർ നമ്മൾ എത്തിക്കുന്നു. അപ്പോൾ നമ്മളത് എല്ലാം എത്തിച്ചിട്ട് നമ്മളിവിടെ ചെയ്തുണ്ടാക്കി കൊടുക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തൊക്കെ നമ്മൾ എന്താ പറയുക കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഇന്ത്യക്കകത്തെ കൊടുക്കുന്നത്, പുറത്താണ് കൊടുക്കാറില്ല. അല്ലാതെ നമ്മുടെ ചെറിയച്ചന്മാർ മറ്റുള്ള എന്താ പറയുക എൻ്റെ ഒരു ചെറിയച്ചനുണ്ട്, മറ്റേ കോവിലണ്ടി പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കൂടുതൽ പുറത്തോട്ടേക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് കാശ്മീർ എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം വളരെ പേര് കേട്ട പ്രശസ്തരായ ഒരാളാണ്. മൃദംഗ വിദ്വാനാണ് അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു 6-7 ഫാമിലിയോട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അച്ഛൻ്റെ അനിയന്മാർ കൂടുതൽ പുറത്താണ്. മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം, ഇവിടേക്കാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഒരു 4 ഫാമിലി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം പുറത്താണ് ആൾക്കാർ ജോലി. മക്കള് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക പുറത്തുള്ള ജോലി ചെയ്യുന്നത്. സർവീസും എന്ന് വെച്ചാൽ പുതിയതും റിപ്പയറും അത് നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ പാഴ്സൽ വഴി അയക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും നമ്മൾ പാഴ്സൽ വഴിയാണ് നമ്മൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ അയക്കുന്നത്. നമ്മൾ എത്തിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രാവലിംഗ് കാര്യങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. നമ്മൾ ഷോപ്പൊക്കെ കട അടച്ചിടണം. അതിൻ്റെ കസ്റ്റമറൊക്കെ വന്ന് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണത്. അപ്പം നമ്മളതാണ് ചെയ്യുന്നത്. ഇപ്പൊ നവരാത്രി മ്യൂസിക് ഷോപ്പ് അത് ബിസിനസ് ആണ്. നമ്മൾ ഇത് വന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ബിസിനസ് അല്ല. ഇത് ഞങ്ങളെ പാരമ്പര്യം ഞങ്ങൾ അറിഞ്ഞ് തേടി വരുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ പെരുമ്പില് ഈ പെരുമ്പ് ഗ്രാമത്ത് അറിഞ്ഞ് തേടി വരുന്ന യൂസ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഇന്ത്യക്കകത്ത് പുറത്തുപോയിട്ട് പല സ്ഥലങ്ങളിലും കടകളും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതേ സാധനങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി അതിനേക്കാൾ ബെറ്റർമെന്റ് ഇവിടെയാണ്, പാലക്കാട്. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും പാലക്കാട് എന്നുള്ള ഒരു വാദ്യം എന്ന് പറയുമ്പോൾ അതിനൊരു അഡ്രസ് ഉണ്ട്. മൃദംഗമാണെങ്കിലും ചെണ്ടയാണെങ്കിലും മദ്ദളമാണെങ്കിലും.
പാലക്കാട്ട് നിന്നുള്ളൊരു വാദ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്രസ്സ്, ഒരു ലേബൽ അതുണ്ട്. അപ്പം അതിനാണ് നമുക്ക് ആ ഒരു വില നമ്മൾ ഇതുവരെ നമ്മൾ എന്താ പറയുക കൊണ്ട് നടക്കുന്നുണ്ട്. അതിന് മോശം വരുത്തിയിട്ടില്ല. ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഇവിടെ മറ്റ് പല ആൾക്കാരാണെങ്കിലും ഇത് ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അതിൻ്റെ ഒരു എന്താ പറയാ വില എന്നല്ല, അതിൻ്റെ ഒരു മഹത്വം അത് നമ്മളത് ആരും കളയാറില്ല. നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളത് സാധനം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി പറയും, ഫസ്റ്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കും. നാളെ നമ്മളത് എന്താ പറയുക തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. ഇപ്പോൾ ഒരു വാദ്യം കാണുമ്പോൾ ഒന്നിലൂടെ 10 ആൾക്കാർ അറിയുന്നത്, ഒരു മൃദംഗമാണെങ്കിലും ചെണ്ടയാണെങ്കിലും ഒന്നിലൂടെ എന്താ പറയുക പ്രൊഫഷണലായിട്ട് വായിക്കുന്ന സാറുമാർ അത് ഒന്നിലൂടെ 10 ആൾക്കാരാണ് അത് അറിയുന്നത്. അപ്പം അത് കൂടുതൽ അറിയുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുത്താൽ നമുക്കത് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഒരു അഡ്രസ്സ് നമുക്ക് കൂടുതലൊന്നും കൂടി എന്താ പറയുക അഡ്രസ്സ് കുറച്ചുകൂടി നന്നാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് സംഭവം.